ഗാഡ്ഗിൽ 2011 പറഞ്ഞ പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ല, നമ്മുടെ നല്ല വീടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം തത്വം പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്ക് ആൾക്കാർ കളിയാക്കുന്ന കേൾക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ കളിയാക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് ഈ തമാശ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് മാറി എന്നുള്ള നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരം കാര്യങ്ങൾക്ക് കേരളത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കുന്ന രീതി വേണം. 999 വർഷത്തേക്ക് ഒരു കരാർ എന്നൊക്കെ പറയുന്നത് അപ്രായോഗികമാണ്. നമ്മുടെ മുഖ്യ അതാണ് ശ്രീ അമിത് ഷാജി എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി, അതും ലോകസഭയിൽ പറഞ്ഞത്. അത് വളരെ പ്രസക്തിയുള്ള സ്ഥലമാണ്. നമ്മുടെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഓറഞ്ച് അലേർട്ട് മാത്രമാണ്. അവിടെയാണ് പ്രശ്നം. നമ്മളെപ്പോലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് റിസ്ക് കുറവാണ്. പക്ഷേ ഈ മലകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സംസാരിക്കുന്ന ഈക്കോളജിക്കലി സെൻസിറ്റീവ് അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്കുള്ള അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടി സമ്പാദിക്കുന്നതും കെട്ടിപ്പിടിച്ച് വെക്കുന്നതും എല്ലാം ഒരു ഉരുൾപൊട്ടലിൽ തീരാവുന്നതേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്, രാഹുൽ ഈശ്വർ. ചേട്ടാ നമസ്കാരം. 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 ഈ കേരളം ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാടിന് വേണ്ടിയിട്ട് മലയാളികളെല്ലാം കൈകോർക്കുന്ന ഒരു രംഗമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അമിത്ഷാ പറയുകയുണ്ടായി, കേരളത്തിന് നേരത്തെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി, പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാദവും മുന്നോട്ട് വയ്ക്കുന്നു. സത്യത്തിൽ ഈ ഒരു ദുരന്തം ഒരു പരിധി വരെ ദുരന്തം തടഞ്ഞു നിർത്താൻ സാധിക്കില്ല, പക്ഷേ ഇത്രത്തോളം മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോകാതെ സംരക്ഷിക്കാമായിരുന്നു. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജൂലൈ 23 തന്നെ ഒരു ഏർലി വാർണിംഗ് സൈൻ നൽകി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അതാണ് ശ്രീ അമിത് ഷാജി എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി, അതും ലോകസഭയിൽ പറഞ്ഞത്. അത് വളരെ പ്രസക്തിയുള്ള സ്ഥലമാണ്. ഒരു എന്താ പ്രഖ്യാപനമല്ല, പറയാൻ പറ്റില്ല. അത് വളരെ സീരിയസ് ആയി കാര്യങ്ങൾ എടുക്കുന്ന സ്ഥലമാണ്. അതിന് നമ്മുടെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഓറഞ്ച് അലേർട്ട് മാത്രമാണ്, റെഡ് അലേർട്ട് പോലും വന്നില്ല എന്നാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ആരതിൽ എന്ത് ന്യായം പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് ഏർലി വാർണിംഗ് സിഗ്നൽസ് കുറച്ചുകൂടെ വേണം. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ, ഇടതുപക്ഷ വിരുദ്ധനായ ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ശ്രീ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ റേസ് ചെയ്ത കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 3782 ഉരുൾപൊട്ടലുകൾ രാജ്യത്തുണ്ടായതിൽ 2239 കേരളത്തിലാണ് സംഭവിച്ചത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അറ്റത്ത് കിടക്കുന്ന കൊച്ചു കേരളത്തിലാണ് ഇന്ത്യയിലെ 60% ഉരുൾപൊട്ടലുകൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങ് നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. കാര്യം തോത് കുറയ്ക്കാം, മനുഷ്യജീവനുകളെ രക്ഷിക്കാം, മാറ്റിപ്പാർപ്പിക്കാം, അങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ മെക്കാനിസംസ് നമുക്ക് വേണം. കാര്യം വാർത്ത കാണാൻ പറ്റുന്നില്ല. 250 എന്ന് പറയുന്നു, 300 എന്ന് പറയുന്നു, 400 ടച്ച് ചെയ്യുമെന്ന് പറയുന്നു, 5500 അധികം പേരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ ഒരു ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ 2018 കേരളം മുഴുവൻ ബാധിച്ച പ്രളയത്തിൽ 483 പേരെ മരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അതിനോട് അടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആകാതിരിക്കട്ടെ, ഒരു ടൗൺ ഒലിച്ചു പോയി എന്ന് പറയുന്നു. അപ്പം 2-3 പേരെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഐഡിയലിസ്റ്റിക് ആണ്, ആദർശപരമാണ്, പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ഗാഡ്ഗിൽ 2011 പറഞ്ഞ പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ല, നമ്മുടെ നല്ല വീടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനൊരു തിരിച്ചറിവ്, ഒരു ഉണർത്തലിനുള്ള അവസരമാണ്. ഇപ്പം 3 ഘട്ടങ്ങളാണുള്ളത്. എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും ലോകത്തെല്ലായിടത്തും 3 ഘട്ടങ്ങളാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് റെസ്ക്യൂ, റിലീഫ്, റീഹാബിലിറ്റേഷൻ. അതിൻ്റെ കൂടെ നമുക്കൊരു റിവ്യൂ കൂടി വേണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് പറയുന്നത്, ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ച PT തോമസ് എന്ന് പറയുന്ന MP-യുടെ ശവമഞ്ച ഘോഷയാത്ര നടത്തിയ നാടാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ വില എന്താണെന്ന് അറിഞ്ഞത്. പക്ഷേ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തവർക്ക് ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായി. അങ്ങനെയല്ല, ആരെയും കുറ്റം പറയാനുള്ള അവസരമാണെങ്കിൽ ഒന്നും നടക്കില്ല. കാര്യം ഗാഡ്ഗിൽ കമ്മിറ്റി എടുത്തവരാരെന്ന് എല്ലാവർക്കും അറിയാം. ആരെയും കുറ്റമായി പറയില്ല, ആരാ എതിർത്തതെന്ന് അറിയാം, അവരുടെ താല്പര്യങ്ങൾ അറിയാം. നമുക്കൊക്കെ അവരോട് വലിയ ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും. പക്ഷെ ഒരു ബാലൻസ് പിടിക്കണം. കാന്താര എന്നൊരു സിനിമയുണ്ട്, കണ്ടിട്ടൊന്നറിയില്ല. കാന്താരയുടെ അവസാനത്തെ 15 മിനിറ്റാണ് ഏറ്റവും നമുക്ക് വല്ലാതെ ഒരു ഇമോഷണൽ ഇത് വരും. എന്നിട്ട് അതായത് അവൻ്റെ ഉള്ളിൽ ആ ദൈവം കയറുന്ന അവസരത്തിൽ, എന്നിട്ട് അവസാനം അത് എൻഡ് ചെയ്യുമ്പോൾ ഈ ഭൂതക്കൊല അല്ലെങ്കിൽ അവിടുത്തെ ആ ദൈവക്കോലം ഫോറസ്റ്റുകാരെ വിളിക്കും, പോലീസുകാരെ വിളിക്കും, അവിടുത്തെ ആദിവാസികളെ വിളിക്കും, അവിടുത്തെ അമ്പലക്കാരെ വിളിക്കും. എന്നിട്ട് എല്ലാവരെയും കൂടെ വെച്ച് ഇങ്ങനെ കൈ ചുറ്റുന്നൊരു രംഗമുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാലൻസ് വേണം, സമന്വയം വേണം. ശരിയാണ്, നമ്മുടെ ഈ പ്രത്യേകിച്ച് മലകൾ കുടിയേറിയ അവിടെ കയറിയ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നമുക്കൊരു ബാലൻസ് പിടിക്കാം. ആ ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടമാവും. അവിടെയാണ് പ്രശ്നം. നമ്മളെപ്പോലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് റിസ്ക് കുറവാണ്. പക്ഷേ ഈ മലകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സംസാരിക്കുന്ന ഈക്കോളജിക്കലി സെൻസിറ്റീവ് അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്കുള്ള അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടി സമ്പാദിക്കുന്നതും കെട്ടിപ്പിടിച്ച് വെക്കുന്നതും എല്ലാം ഒരു ഉരുൾപൊട്ടലിൽ തീരാവുന്നതേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരു പരിധിവരെ ശരിവെക്കേണ്ടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം മുല്ലപ്പെരിയാർ.
മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോഴും കേന്ദ്രത്തിനും കേരളത്തിനും തമിഴ്നാടിനും ഒക്കെ മെല്ലപ്പോക്കാണ്. കേസ് കോടതിയിലാണ് എന്നെങ്കിൽ പോലും ഇതൊരു കോടതി വിധി വരെ കാത്തിരിക്കേണ്ടുന്ന ഒരു മുല്ലപ്പെരിയാർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ്. പക്ഷേ എന്താ പറയുക, ഒരു സാധാരണ മലയാളം രീതി ടെൻഷൻ നമുക്കുണ്ടെന്ന കാര്യത്തിൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന എനിക്ക് കുറവാണ്, അപ്പോൾ എറണാകുളത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് കൂടുതലായിരിക്കും. ഞാനൊക്കെ ഓരോ ദിവസം ഉറങ്ങുമ്പോഴും ആ ഭാഗങ്ങളിൽ അപ്പം അവിടെയാണ് മുല്ലപ്പെരിയാറിനെ ബലക്ഷയം പ്രശ്നം, അതിൻ്റെ എത്രമാത്രം ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി, ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഏതെങ്കിലും രീതിയിൽ റീഅഷ്വർ ചെയ്യണം. കാര്യം തത്വം പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്ക് ആൾക്കാർ കളിയാക്കുന്ന കേൾക്കുന്നുണ്ട്, മുല്ലപ്പെരിയാർ പൊട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ കളിയാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് ഈ തമാശ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് മാറി എന്നുള്ളത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരം കാര്യങ്ങൾക്ക് കേരളത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കുന്ന രീതി വേണം. 999 വർഷത്തേക്ക് ഒരു കരാർ എന്നൊക്കെ പറയുന്നത് അപ്രായോഗികമാണ്. എത്ര തലമുറകളാണ്? 30 തലമുറയോ 40 തലമുറയോ അല്ലെങ്കിൽ 50 തലമുറയോ അങ്ങനെ നിൽക്കുന്നൊരു കരാറുണ്ടോ? അപ്പോൾ എന്നാൽ തമിഴ്നാടിന് വെള്ളം വേണം, നമ്മൾ ആ ആവശ്യങ്ങളും പരിഗണിക്കുക. പലപ്പോഴും നമ്മുടെ കോടതികളിൽ പറ്റുന്നത് ഈ വാഗ്വാദങ്ങളിൽ നമ്മുടെ ഭാഗം ജയിക്കാനാണ് നോക്കുന്നത്. അതായത് ഐ വിൻ യു ലൂസ് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരു വിൻ വിൻ പോലെ തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് വെള്ളം വേണം, അവിടെ നിന്നാണ് നമ്മുടെ പച്ചക്കറിയും വരുന്നത്, അവിടെ നിന്നാണ് നമ്മുടെ പച്ചക്കറിയും വരുന്നത്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് തമിഴ്നാട്, അല്ലെങ്കിൽ ജ്യേഷ്ഠ ചേച്ചിമാരാണ് തമിഴ്നാട്. തമിഴ് സംസ്കാരം തന്നെ, നമ്മുടെ മലയാളത്തിന്റെ മാതാവ് തമിഴാണ്, പിതാവ് സംസ്കൃതമാണ്. അതുകൊണ്ട് തമിഴ് ജനതയോട് വലിയ സ്നേഹവും ഇഷ്ടമുണ്ട്. പക്ഷേ പ്രശ്നം ഇതിന്റെ ഈ ബാലൻസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയക്കാരടക്കം അല്ലെങ്കിൽ വ്യത്യസ്ത താല്പര്യങ്ങളോടക്കം അവർ സ്കോർ ചെയ്യാൻ നോക്കും. അതായത് ഞങ്ങൾ പറഞ്ഞ് ജയിച്ചു, വേറൊരാൾക്ക് അതിന് ഒരു സമവായ. എന്റെ ചോദ്യം, അവിടെ ഈ 3 മുന്നണികൾക്കും അതൊരു രാഷ്ട്രീയ വോട്ട് ബാങ്ക് ആണ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാര്യം പലപ്പോഴുമേ സാധാരണ ജനങ്ങൾക്ക് പലപ്പോഴും അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നല്ല നേതാക്കൾ അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത നല്ല ശരിയായ കാര്യങ്ങൾ പറയണം. പി ടി തോമസ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പി ടി തോമസിന്റെ 1-2 നിലപാടിൽ അഭിപ്രായ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷേ പി ടി മഹാനായ നേതാവുന്നത് പി ടിയെ സ്വയം വെറുത്താലും കുഴപ്പമില്ല, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കും. നിലപാടുകൾ കൃത്യമായി കൃത്യമായ നിലപാട്.